ബൈബിളിലെ 2 തിരുവചനങ്ങളാണ് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുക. 3-ാം അധ്യായം 16-ാം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷത്തില് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഭൂമിയിലേക്ക് വന്ന് വാസമുറപ്പിച്ചത്. ദൈവത്തിന്റെ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. ഇനി 1 കൊറിന്തോസ് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ആ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ സ്നേഹം ഇതാ എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്ന് വാസമുറപ്പിക്കുന്ന കാര്യം പറയുന്നു. പൗലോസ്ലിയ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് അതേ വാചകം, അതേ അധ്യായമാണ്. 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം വസിക്കുന്നു, ഈശോ വസിക്കുന്നു. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ അവസരത്തില് ഈശോയ്ക്ക് എന്റെ ഹൃദയത്തില് വാസമുറപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട് ഈശോയെ എന്റെ ഹൃദയത്തിൽ താമസിപ്പിക്കാനായിട്ട്? ഞാൻ അവിടേക്ക് അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ടോ? എന്റെ ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള് ഞാൻ പരിശോധിച്ച് നോക്കണം. 25 ദിവസങ്ങളിലായിട്ട് തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഞാൻ എക്സാം ചെയ്യണം. ഞാനതിനെ പറയുന്നൊരു പേര് TWD ടെസ്റ്റ് എന്നാണ്. TWD ടെസ്റ്റ്, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. എങ്ങനെയാണ് നോക്കുന്ന ടെസ്റ്റ്? നമ്മളൊക്കെ ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്നും ഷുഗർ കുത്തി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രഷർ നോക്കും, കൊളസ്ട്രോൾ നോക്കും. ഇതൊക്കെ ടെസ്റ്റുകളാ. ഇതിനേക്കാളൊക്കെ ഉപരി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ആധ്യാത്മിക മേഖല. അവിടെ നടത്താൻ ടെസ്റ്റാണ് TWD ടെസ്റ്റ്. അത് എന്നും നടത്തിയിരിക്കണം. എന്റെ തോട്ട്സ് എങ്ങനെയാണ്, വേർഡ്സ് എങ്ങനെയാണ്, ഡീഡ്സ് എങ്ങനെയാണ്. എന്നിട്ട് റേഞ്ച് അല്പം കൂടുതലാണെങ്കിൽ സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം, ആത്മനിയന്ത്രണ ഗുളികകൾ കഴിക്കണം. കുറച്ചുകൂടി റേഞ്ച് കൂടുതലാണെങ്കിൽ കൺഫഷൻ ടാബ്ലറ്റ്സിന് പോകണം. ഈ 25 ദിവസങ്ങളിൽ കുമ്പസാരിക്കണം. ഇനി കുറച്ചുകൂടി റേഞ്ച് കൂടുതലാണെങ്കിൽ റിട്രീറ്റ് ടാബ്ലറ്റ്സിന് പോകണം. ഒരു നല്ലൊരു ധ്യാനം കൂടിയിട്ടാണെങ്കിലും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്റെ ഈശോയ്ക്ക് ഹൃദയത്തിൽ താമസിക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാക്കി തീർക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കണം. അതിനൊരുങ്ങാനായിട്ടുള്ള ദിവസങ്ങളാണ് 25 ദിവസങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ഇതാ ലോകത്തിൽ വന്ന് വസിച്ചു. ആ സ്നേഹം ഇതാ വീണ്ടും എന്റെ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയത്തിൽ വസിക്കുന്നു.